അതായത് താങ്കളെ അതിക്രൂരമായി വേദനിപ്പിച്ച ഒരുപക്ഷെ ഈ സമൂഹത്തിൽ ഞങ്ങളടക്കം ഞങ്ങളിൽപ്പെട്ട ചിലരെങ്കിലും അങ്ങേക്കെതിരെ നിലപാടെടുത്തിരുന്നു. ഞങ്ങളിൽ തന്നെ പെട്ട ഞങ്ങളുടെ ഗുരുസ്ഥാനീയനായ TNG അടക്കമുള്ളവരാണ് ഈ വാർത്തയുടെ ഇടപെടലിലൂടെ സത്യത്തിൻ്റെ കണികയും വെളിച്ചവും പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു കുറ്റബോധത്തിൻ്റെ എലമെൻ്റ് കൂടിയുണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ. അപ്പോൾ താങ്കൾ ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ കുറ്റപത്രം കോടതിയിൽ എത്തിക്കഴിഞ്ഞു. ഈ താങ്കളെ ശിക്ഷിച്ചവർ, താങ്കളെ പീഡിപ്പിച്ചവരൊക്കെ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയും മുന്നിൽ നിൽക്കുന്നു. അത് നിയമപരമായി മുന്നോട്ട് പോയിക്കോളും. പക്ഷേ വ്യക്തിപരമായി ഈ ജോഷുവയുടെ അടുത്ത്, ശ്രീകുമാറിനോട്, വിജയനോട്, ഇവരോടൊക്കെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ അവരുടെ കുടുംബം ഇതൊരു പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരെന്തായാലും ശിക്ഷ അനുഭവിച്ച മതിയാവോ? അത് നിയമത്തിൻ്റെ കാര്യമാണ്. താങ്കൾ വെറുതെ വിട്ടാലും നിയമം വെറുതെ വിടില്ല. പക്ഷേ താങ്കൾക്കിപ്പോൾ അവരോട് എന്താണുള്ളത്? അരുൺ, നല്ല ഒരു ചോദ്യമാണ്. ഒരു മെച്വേർഡ് ജേർണലിസ്റ്റിൻ്റെ അതേ കാര്യം നിങ്ങൾ പല രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണ്. ഐ എം ഹാപ്പി. ഞാൻ പറയാം, നല്ല ചോദ്യമാണ്. ആക്ച്വലി ഇതിനകത്ത് ഒരു കുറ്റക്കാരൻ്റെ പേര് പോലും എനിക്ക് ഒരു സമയത്തിൽ അറിഞ്ഞിട്ടില്ല. പിന്നീടാണ് ഞാൻ ഓരോരുത്തരായിട്ട് മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഒരു കുറ്റക്കാരൻ്റെ പേര് ഞാൻ അറിഞ്ഞപ്പോൾ അത് രജിസ്റ്ററായി. അപ്പോൾ ഞാൻ എല്ലാ റിവ്യൂവിലും മീറ്റിങ്ങിലും അങ്ങയുടെ പേര് പറഞ്ഞ് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ എന്നോട് ചോദിച്ചു ഒരാൾ, എന്തുകൊണ്ടാണ് നിങ്ങൾ? അപ്പോൾ ഞാൻ പറഞ്ഞു, ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, എന്നെ മാക്സിമം ചീത്ത വിളിച്ച ഒരാൾ. ആ മനുഷ്യൻ്റെ കുട്ടികളുണ്ടാവും, കുട്ടികളുടെ കുട്ടികളുണ്ടാവും, അമ്മ ഉണ്ടാവും, സഹോദരി ഉണ്ടാവും. അവർക്ക് അറിയണം ഈ മനുഷ്യൻ ഇന്നാറാണ് എന്ന്. അങ്ങേർക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയണമെങ്കിൽ ഡാമേജ് സുഡുമായിട്ട് വരട്ടെ, ഐ എം വില്ലിങ് ടു ഫേസ് ദം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ചാൽ, അതൊരു മെൻ്റൽ കണ്ടീഷനായിരുന്നു ആ സമയം. ഇപ്പം നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം. സത്യത്തിൽ ഇനി മേലാൽ നിങ്ങൾക്കൊരു സന്ദർഭം കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം നിങ്ങളൊക്കെ റിട്ടയർഡായി. നിങ്ങളുടെ സഹപ്രവർത്തകരോട് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, മനുഷ്യനെ മനുഷ്യനായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ഇവർ പഠിക്കണം. മനുഷ്യൻ മാത്രമല്ല, അതിനകത്ത് വേറൊരു കാര്യങ്ങളുമുണ്ട്. നമ്മൾ നിയമങ്ങളാണ്, ഇവിടുത്തെ നിയമങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്യാരണ്ടീസ് യു സർട്ടൻ തിങ്സ്, പേഴ്സണൽ ലിബർട്ടി. ആ ഗ്യാരണ്ടിയുടെ വില എന്താ ഇവർ കൊടുത്തത്? വില ഒരു 5 കാശിൻ്റെ വില കൊടുത്ത്, 5 കാശിൻ്റെ വില കൊടുക്കാത്തത് കൊണ്ടാണ് പിന്നെ 1.5 കോടി രൂപ എനിക്ക് തരേണ്ടി വന്നവർ. സോ അവർ അതുപോലെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അത് എനിക്ക് തോന്നുന്നു അവർക്കിപ്പം മനസ്സിലായി കാണും. കാരണം ഈ കോടതിയുടെ ജഡ്ജ്മെൻറ്റ്, സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോട്ട് ചെയ്യുകയാണ്. പല ജഡ്ജ്മെൻറ്റ് എവിടെയൊക്കെ പോലീസ് അട്രോസിറ്റീസ് വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്പിനാരായണൻ എഗൈൻസ്റ്റ് CB മാത്യു ആ കേസാണ് റെഫർ ചെയ്തത്. So to that extent I am happy because I have created not only Vikas Engine as a historical development but also a judgment which will speak for generations to come. അങ്ങനെയുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. I hope I have answered your question. Correct. ആണ് ഭാഗികമായല്ല, ഏകദേശം പൂർണ്ണമായി തന്നെ താങ്കൾക്ക് പറയാൻ കഴിയുന്നതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് താങ്കൾ പറഞ്ഞു. എങ്കിലും ശ്രീ നമ്പിനാരായണൻ, ഞാൻ ചോദിക്കുന്നത്, വർഷങ്ങൾ ഇത്ര കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും വ്യക്തിജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് പീഡനങ്ങൾ അപ്പുറത്ത് നിൽക്കുന്നയാൾ എതിരാളിയോ ശത്രുവോ ഒക്കെയായി നമ്മുടെ മനസ്സ് സങ്കല്പിച്ചു കൂട്ടും. പക്ഷേ പിന്നീട് കാര്യങ്ങളൊക്കെ വെളിവായി, നമ്മുടെ സത്യസന്ധത പുറത്തു വന്നു. ഇനി ഇപ്പോൾ അവരുടെയും വാർദ്ധക്യകാലത്തിലേക്ക് അവർ കടന്നിരിക്കുന്നു. അവരിനി വീണ്ടും ജയിൽ ശിക്ഷ ഇതേപോലെ അനുഭവിക്കും. താങ്കൾ ജയിലിൽ കിടന്നതുപോലെയുള്ള മുറകളിലൂടെ അല്ലെങ്കിലും അവർ ഈ സമൂഹത്തിന് മുന്നിലൂടെ തല താഴ്ത്തിപ്പിടിച്ച് വീണ്ടും ജയിലിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അങ്ങനൊരു കാഴ്ച കാണാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ ചോദ്യം അപ്രസക്തമാണ്. കാരണം ഇത് വർഷങ്ങളേറെ കഴിഞ്ഞു, 30 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അങ്ങയുടെ സത്യസന്ധത വന്നു, അങ്ങയ്ക്ക് നഷ്ടപ്പെട്ടതെല്ലാം അങ്ങയ്ക്ക് തിരിച്ചു കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സമൂഹം തയ്യാറായി പല ഘട്ടങ്ങളിലും. പക്ഷേ അതൊന്നും അങ്ങ് അനുഭവിച്ച ദുരിതത്തിന് പര്യാപ്തമല്ല. എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ ഈ ശ്രീകുമാർ ആണെങ്കിലും വിജയനാണെങ്കിലും CB തോമസ് ആണെങ്കിലും അവരൊക്കെ അവരുടെ വാർദ്ധക്യകാലത്തിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോഴാണ് ഇനി വീണ്ടും കോടതിയിൽ പോയി ജയിലിലേക്ക് പോയി തല താഴ്ത്തി നിൽക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. അപ്പോൾ അവർ ശിക്ഷിക്കപ്പെടുന്നത് കാണാനുള്ളൊരു ആഗ്രഹം ശ്രീ നമ്പിനാരായണൻ ഉണ്ടോ എന്നതാണ്. സത്യം വെളിവാക്കപ്പെട്ടു എന്നതിനപ്പുറം. അരുൺ, ഞാൻ സത്യമായിട്ട് ഒരു കാര്യം പറയാം. പൊതുവെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇത് വിശ്വസിക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. അവരെ അങ്ങനെ കാണാനുള്ള ആഗ്രഹം എനിക്ക് ഒട്ടുമില്ല. എൻ്റെ ആഗ്രഹം അത് നടക്കൂടെ അറിയില്ല. അവർ പറയേണ്ടത്, ഞങ്ങൾക്ക് ഒരു മിനിമം അവർ അബദ്ധം പറ്റി, ദയവേത് യു ജസ്റ്റ് ഗിവ് മീ ഈ അപ്പോളജി ഉണ്ടല്ലോ, അത് എനിക്ക് മോർ ദൻ സഫിഷ്യൻറ്റ്.
അത് മോർ ദൻ സഫീഷ്യൻറ്റ്. ഐ മീൻ ഇറ്റ്. ഐ എം നോട്ട് ജോക്കിങ് ആർ ഐ എം നോട്ട് ടെല്ലിങ് എ ലൈ. പക്ഷേ അത് നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് ഈ പ്രശ്നം വരുമ്പോൾ എൻ്റെ വയസ്സ് 53, ഇന്ന് അവരുടെ വയസ്സ് 73. ആ വ്യത്യാസം വലിയ വ്യത്യാസമാണ്. ഞാൻ അനുഭവിച്ച അത്രയും അവർ അനുഭവിച്ചില്ലെങ്കിലും അനുഭവിക്കാൻ പോകുന്നില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞതുപോലെ തല താഴ്ത്തി മാനം കെട്ട് അവിടെ പോയി നിൽക്കണ്ടേ? അതൊരു ഒരു പനിഷ്മെൻ്റ് അല്ലേ? അതൊരു പനിഷ്മെൻ്റാണ്. സോ അതുകൊണ്ട് ഞാൻ സത്യമായിട്ട് പറയുകയാണ്, അവരെ ജയിലിലാക്കണമെന്നോ അവരെ എനിക്ക് അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ജയിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്തിനാ ജയിച്ചത്? ഞാൻ ജയിച്ചത് ഒരേ ഒരു ഗോൾ. ദ ഗോൾ വാസ് ടു എക്സ്പോസ് ദോസ് പീപ്പിൾ ഹു ഹാവ് ഡൺ ദിസ് ക്രൈം. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനെ കൂടുതൽ എനിക്ക് എന്താ ആവശ്യമില്ല, ഒന്നുമില്ല. എൻ്റെ പ്രായം കൊണ്ടായിരിക്കും, എനിക്ക് നല്ല പ്രായമായി. വേറൊരു കാര്യം പറയട്ടെ, ഇത്രയും അനുഭവിച്ച ഒരാൾ സാധാരണഗതിയിൽ അങ്ങനെ മരിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ റിസൾട്ടൊക്കെ വരുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനാണ് നമ്മുടെ. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് തന്നെ ഒരു ഭാഗ്യമല്ലേ?